മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഈ തന്നെ കൊല്ലാൻ ആരോ വരുന്നു, അവർ പദ്ധതി ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ ചില ഭരണാധികാരികൾ പറയുന്നത് അവർ വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്. ചിലരാണെങ്കിൽ രാജ്യത്തിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കും, ചിലരിങ്ങനെ വധഭീഷണിയുടെ കഥ പറയും. ഇതൊക്കെ പലതും കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ശരിയായി ആവാം, തെറ്റാവാം, നമുക്കറിയില്ല. എന്നാലും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ട്രംപിൻ്റെ ആകെ കൂടി ഒരു രീതി വെച്ചിട്ട് അത് എത്രത്തോളം അതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നു? നമസ്കാരം. നമസ്കാരം. ഈ ട്രംപ് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കത്തില്ല. പിന്നെ ട്രംപിന്റെ ഭയം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അത് ഭയം തന്നെ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഭരണകർത്താക്കൾ ഒഴികെ ബാക്കിയുള്ള ഒരു വ്യക്തികൾക്കും ട്രംപിനെ ഇഷ്ടപ്പെടത്തില്ല. ഈ പറയുന്ന എനിക്കും ഇല്ലെങ്കിൽ കിരണിനും ട്രംപിനോട് താല്പര്യമുണ്ടോ? ഇല്ല. കാരണം അത്രയ്ക്കും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു മനുഷ്യന് സ്വയം തോന്നിയതായിരിക്കും ഈ വധഭീഷണി. ഇറാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല ട്രംപിന്റെ വധഭീഷണി. പക്ഷെ അത് അദ്ദേഹത്തിന് സ്വയം തോന്നുന്നതാണ് ഇതുപോലെ സംഭവിക്കുമെന്ന്. കാരണം അത്രയ്ക്ക് ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് ഈ ഒരു ഭരണകർത്താവിനെ. ഇതിനു മുമ്പ് ആരെല്ലാം ഭരണം നടത്തി ഇതുപോലെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ അമേരിക്കയില്? ഇതിപ്പോ ആർക്കും അവിടെ ചെന്ന് അടിക്കാൻ നോക്കാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടല്ലേ ഇദ്ദേഹം കയറി ഇത്രയും വിലസുന്നത്. ഇല്ലെങ്കിൽ പറ്റുമോ? ഇല്ലെങ്കിൽ ഇങ്ങനെ എങ്ങാനും നിൽക്കാൻ നോക്കുവോ? ഈ തല കറുത്ത ഒരു കുഞ്ഞുങ്ങൾക്കും ഈ ട്രംപിനെ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ പോരാങ്കിൽ നല്ലൊരു കൂട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ നെതന്യാഹു ആണ് ഇതിനെല്ലാം കാരണക്കാരന്. ഈ ട്രംപിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതും. ലാസ്റ്റ് വരുമ്പോ എന്ത് വരും? ട്രംപ് പുറത്താവും, നെതന്യാഹു അകത്തും ആവും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് പ്രതികരിച്ചത്. ശ്രീമതി തങ്കമണിയാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീമതി തങ്കമണി, താങ്കൾ ആദ്യമായിട്ടാണോ പൊതുവേദിയിൽ വിളിക്കുന്നത്, അതോ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പം ഈ വാർത്തകളൊക്കെ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കുന്ന പ്രതീക്ഷയുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാറ്റോ ഉച്ചകോടിക്ക് വേണ്ടി പോയപ്പോൾ ആദ്യം മാറിയ വിമാനം മാറിക്കയറി, പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് UK ഇറങ്ങി, അവിടുന്ന് ഒരു വിമാനം മാറിക്കയറി, ആകെ ട്രംപിന് എന്നെ വധിക്കാനായി ഇറാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്, താനാണ് ഇറാൻ്റെ ആദ്യത്തെ ഇരയല്ല, ക്ഷമിക്കണം, ഉന്നം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകുമോ? അതോ ഈ രാജ്യത്ത് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെ ഒരു മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കും? അല്ലല്ല, എന്റെ അഭിപ്രായത്തിന് ഞാൻ പറയുകയാണെങ്കിലേ, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇറാന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് കൊലപ്പെടുത്തിയത്. അപ്പൊ ട്രംപും ഇസ്രായേലും കൂട്ടുകൂടി ചെയ്ത അക്രമം. അതുകൊണ്ട് ജനങ്ങള് എന്താ വെച്ചാല് മറ്റുള്ള രാജ്യങ്ങളിലെ എല്ലാ ജനങ്ങളും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ആ ഒരു കഷ്ടപ്പാട് സാധാരണക്കാരായ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞു. ഈ ട്രംപ് എന്ന് പറയുന്ന ഇയാളെ ശരിക്കും പറഞ്ഞാൽ വധിച്ചു കളയണം. ഇയാളൊന്നും രാജ്യം ഭരിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയല്ല. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികത്തിന്റെ നെറുകയിൽ കയറിയിരുന്നു കൊണ്ട് മറ്റുള്ള പാവങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തി. ഞാനതാ കാണുന്ന ട്രംപിനെ പറ്റിയിട്ട്. അയാളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളുന്നതിനല്ല. ശരിക്കും പറഞ്ഞ അത്രയ്ക്കധികം ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള രാജ്യക്കാരെ കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണ്ട. അയാളുടെ രാജ്യത്തെ മാത്രം ചിന്തിച്ചാൽ പാടില്ല. എന്തോരം പേര് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് യുദ്ധം നിർത്തും, ഞങ്ങളിനി ഉപദ്രവിക്കാനില്ല എന്നുള്ള ഒരു വാക്ക് അയാൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് പറഞ്ഞിട്ട് അടുത്ത നിമിഷം അവരെ ഉപദ്രവിക്കുക. അപ്പൊ പിന്നെ അവര് വെറുതെ ഇരിക്കുവോ? അതിപ്പോ നമ്മൾ തന്നെയാണെങ്കിലും വെറുതെ ഇരിക്കുവോ? നമ്മളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ച് നമ്മൾ എന്തായാലും ഉപദ്രവിക്കും അല്ലേ? കുറച്ചുനാളൊക്കെ ക്ഷമിച്ചിരിക്കും, അതല്ലെങ്കിൽ തിരിച്ച് ഉപദ്രവിച്ചിരിക്കും. ശരി, ഓക്കെ. എന്നാലും നമ്മൾ ഒരാളെ കൊല്ലാൻ എന്നാണ് തീരുമാനിക്കുന്നത്, അയാൾ എത്രത്തോളം മോശപ്പെട്ടവനാണെങ്കിലും അത് ശരിയല്ല എന്നതുകൂടി അതിനകത്ത് ഒരു മാനുഷികമായ ഒരു വൈകാര്യമായി പറയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപ് പറയുന്നത് പോലെ ട്രംപിനെ അങ്ങനെ കൊല്ലാൻ ഇറാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്, ട്രംപിനെ ഇപ്പോൾ കൊല്ലുകൊണ്ട് എനിക്ക് അതീവ സുരക്ഷ വേണം, വിമാനം മാറിക്കയറുന്നു, ആകെ കൂടി ഒരു നാടകമൊക്കെ വരുന്നു, ഇതൊക്കെ ഉള്ളതായിരിക്കുമോ? ശ്രീ വിജയകുമാർ, കേൾക്കാമോ? വിജയകുമാറിന്റെ ടെലിഫോൺ വന്ന്. ശ്രീ സുധീറാണ് പാലക്കാട്. സുധീർ, താങ്കൾ പറഞ്ഞോളൂ. ട്രംപ് പറഞ്ഞപ്പോ ട്രംപ് ഒരു നാടൻ കളിക്കുകയാണ്, ഒരു VR വർക്ക് പോലുള്ള പരിപാടിയാണ്. ഇപ്പൊ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കിട്ടണം. ജനങ്ങള് അമേരിക്കയിലെങ്കിലും ട്രംപിന് നല്ല എതിർപ്പുള്ളുണ്ട്. ഈ ട്രംപിന്റെ ഈ കടത്തലും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ അമേരിക്കയിലെ ജനങ്ങള് ട്രംപിനെതിരാണ്. അപ്പൊ അതൊന്നും അനുകൂലമാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ട്രംപ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ അമേരിക്ക മറ്റുള്ള നാടുകളിൽ രാജ്യങ്ങളിൽ കയറുന്നിട്ട് അവരെ സാമ്രാജ്യത്തെ അതിനുള്ളിൽ കയറി കളിക്കുക,
ആ രാജ്യത്ത് നശിപ്പിക്കുക. അതാണ് ഇതിന് മുന്നേ ഇറാഖിനൊക്കെ തകർത്ത അങ്ങനല്ലേ ഈ അമേരിക്ക, ഈ ട്രംപിന്റെ മുന്നിലുള്ള അമേരിക്ക കച്ചവടമാണ് അമേരിക്കയുടെ താല്പര്യം. അത് ഈ കാലത്തും ഒരു യുദ്ധത്തിന് വേണ്ടി ഏത് രാജ്യങ്ങളുടെ യുദ്ധങ്ങളും ഒഴിവാക്കിയുള്ളതാണ് സൗഹൃദമാണ്. പിന്നെ നമുക്ക് ഇന്ത്യയുടെ പറയാനുള്ള ഇന്ത്യ അമേരിക്കയുടെ അടിമ. എല്ലാ രാജ്യങ്ങളും നല്ല അമേരിക്കനാണെങ്കിലും ഇത് വേണം, സൗഹൃദം വേണം. അതിനപ്പുറം അമേരിക്കയുടെ അടിമയായിട്ട് ഇന്ത്യ പോകരുതെന്നാണ് ഞാൻ ഈ പറയാറുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ത്രേസ്യാമയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ത്രേസ്യാമ, താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തകളിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ന്യൂസ് 8 പൊതുവേദിയിലേക്ക്? എന്ത് ചെയ്യുന്നു ശ്രീമതി ത്രേസ്യാമ? താങ്കൾ എന്ത് ചെയ്യുന്നു? ഹലോ പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, കുഴപ്പമില്ല, അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം പറയാനായിട്ടുണ്ടെങ്കിൽ ട്രംപിനെ പോലുള്ള ഒരാളെ വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വെറുതെ ഇരിക്കുമെന്ന് തോന്നണ്ട. അപ്പൊ തന്നെ അയാളെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊന്നിരിക്കും. അങ്ങനെയുള്ള ഒരു ട്രംപിന് വധഭീഷണി എന്ന് പറയുന്നതാണ് നുണ പറയുന്നല്ലത്. കിരൺ പറയുന്നു ട്രംപിന് വധഭീഷണി ഉള്ളത് ശരിയാണ് എന്നാണ് പറയുന്നത് അല്ലേ? ശരിയല്ല, തെറ്റാണത്. തെറ്റാണെന്ന്. ഓക്കെ. അതെങ്ങനെ ശരിയാവുന്നത്? ട്രംപിന് വധഭീഷണി വന്നു കഴിഞ്ഞാൽ ട്രംപ് ആ മനുഷ്യനെ എവിടെയെന്ന് വെച്ചാൽ തേടി പിടിച്ച് അയാളെ കൊന്നുകളയും. അപ്പൊ തന്നെ ഇവിടെ വെച്ചോളൂ അല്ലേ? അപ്പൊ ഇതൊരു ട്രംപിന്റെ അമേരിക്കയിലാകെ പുള്ളി അടിപതറി നിൽക്കുകയാണ്. അമേരിക്കൻ ജനതയൊക്കെ പുള്ളിയുടെ യുദ്ധത്തിന് നേരെയുള്ള വലിയ അവിടുത്തെ നടന്ന പ്രധാന പത്രങ്ങളൊക്കെ നടത്തിയ വോട്ടെടുപ്പ് അഭിപ്രായ സർവേയിലൊക്കെ മഹാഭൂരിപക്ഷം പേരും ഇവർക്കെതിരാണ്. എതിരാണെങ്കിലും എന്താണെങ്കിലും ട്രംപിന് വധഭീഷണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്ക് മുമ്പ് ഇതേമാരെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് വധഭീഷണി ഉണ്ടെന്ന്. എന്നിട്ട് വല്ല നടന്ന അതെ ഇല്ലല്ല, അത് വെറുതെ പറയുന്നതായിരിക്കും. ട്രംപിന് വിജയിക്കാൻ ഒരു നേട്ടം കിട്ടാൻ വേണ്ടിട്ട് പറയുന്നതായിരിക്കും. എനിക്ക് തോന്നണം അങ്ങനെയാണ് എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വളരെ വിലപ്പെട്ടതാണ്. സമാനമായ അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര തലത്തിലടക്കം വിദഗ്ധരടക്കം പലരും മാധ്യമപ്രവർത്തകരും അടക്കം പലരും പറയുന്നുണ്ട്. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് വളരെ വാലിഡായ ഒരു അഭിപ്രായം തന്നെയാണ്. ശ്രീമതി ത്രേസ്യാമയാണ് എറണാകുളത്ത് നിന്നും. അപ്പം എന്തായാലും വീണ്ടും പൊതുവേദിയിൽ വിളിക്കുക കേട്ടോ. ഓക്കെ. ശ്രീ മൊയ്തീനാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ശ്രീ മൊയ്തീൻ, താങ്കൾ ഈ വിഷയം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ആളാണോ? അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വധഭീഷണി എന്ന് പറയുന്നത് അത് ശരിക്കും ഒറിജിനൽ ആയിരിക്കുമോ? ഞാൻ എല്ലാതും ഈ ചാനൽ കാണുന്നതാണ്. അതെ, താങ്കളെ TV മ്യൂട്ട് ആയിട്ട് പറയുമോ? ട്രംപ് വന്നത് ചുമ്മാ പറയണോ സാറേ? പറഞ്ഞോളൂ, ആ TV മ്യൂട്ട് ആയിട്ട് പറഞ്ഞോളൂ. ട്രംപ് പറഞ്ഞ ചുമ്മാ പറയണോ? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.